ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് 5ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെസണാണ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റേറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ ഈ കഥയിൽ പറയുന്ന ആരെക്കുറിച്ചാണ്? ഒരു കീരിയാണ്. റക്കൂൺ എന്ന് പറഞ്ഞാൽ കീരി. ലിറ്റിൽ റക്കൂൺ ചെറിയ കീരിയാണ്. അതിൻ്റെ പേരാണ് ചെസ്റ്റർ. ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ഹെസിറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മടി എന്നാണ് അർത്ഥം. അപ്പോൾ ചെസ്റ്റർ എന്ന പേരുള്ള ഒരു ചെറിയ കീരിക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. നൗ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് അവന് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അപ്പോൾ ഈ ചെസ്റ്റർ റക്കൂൺ എന്ത് ചെയ്തു? ഫോറസ്റ്റിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് കരയാൻ തുടങ്ങി. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഹീ ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല എന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് അമ്മയുടെ ഒപ്പം വീട്ടിൽ നിൽക്കണം, പിന്നെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും വേണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് എനിക്ക് കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. എൻ്റെ വീട്ടിലുള്ള ബുക്സൊക്കെ വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് ഊഞ്ഞാലാടണം, എൻ്റെ ഊഞ്ഞാലിൽ എനിക്ക് ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ, ഞാൻ ദയവ് ചെയ്ത് വീട്ടിൽ നിന്നോട്ടെ എന്നിങ്ങനെ റക്കൂൺ ചോദിക്കുകയാണേ. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പോൾ എന്താ മിസ് റക്കൂൺ ആരാണ്? ഈ ചെസ്റ്റർ റക്കൂണിൻ്റെ അമ്മയാണ്. ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. നസിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂക്കിട്ട് ഒരച്ച് ഇങ്ങനെ ഓമനിക്കത്തില്ലേ, താലോലിക്കത്തില്ലേ, അതാണ്. മൃഗങ്ങളൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ എന്നിട്ട് അവൻ്റെ ചെവിയിൽ ഇങ്ങനെ മൂക്കുകൊണ്ട് ഒരച്ചു. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു. അപ്പോൾ അമ്മ പറയാണ്, ചില സമയത്ത് വി ഓൾ ഹാവ് ടു ഡു തിങ്സ്, നമുക്ക് എന്താണ് വി ഡോണ്ട് വോണ്ട് ടു ഡു, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ട് വരും. ഷീ ടോൾഡ് ഹിം ജെൻറ്റ്ലി. വളരെ സൗമ്യത്തോടുകൂടി അമ്മ പറഞ്ഞു കൊടുത്തു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ നമുക്ക് ആദ്യം തോന്നും എന്താണ്, വളരെ വിചിത്രമായിട്ടും. സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ വളരെ വിചിത്രമായ, വളരെ റെയറായിട്ടുള്ളത്. അതുപോലെ സ്കേറി, പേടിപ്പെടുത്തുന്നതായിട്ടൊക്കെ നമുക്ക് ആദ്യം കാണുമ്പം തോന്നും ചില കാര്യങ്ങൾ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ നീ പോയി തുടങ്ങുമ്പോൾ എന്താ, നീ സ്കൂൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പം നീ പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ നിനക്ക് കിട്ടും. അതുപോലെ പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ വെച്ച് സ്കൂളിൽ നിനക്ക് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. അതുപോലെ തന്നെ പുതിയ ബുക്കുകൾ, വീട്ടിലുള്ള എല്ലാം പഴയ ബുക്കല്ലേ, അപ്പോൾ സ്കൂളിൽ പുതിയ ബുക്കുകളുണ്ട്, അപ്പോൾ അതൊക്കെ വായിക്കാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ പുതിയ സ്വിങ്സിൽ, ഊഞ്ഞാലുകളിൽ നിനക്ക് കളിക്കുകയും ചെയ്യാം. ബിസൈഡ്സ്, ഷീ ആഡഡ്. അപ്പോൾ ബിസൈഡ്സ് എന്ന് വെച്ചാൽ കൂടാതെ. I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. അപ്പോൾ അമ്മ പറയുകയാണേ, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സീക്രട്ട് അറിയാം. ആ സീക്രട്ട് എന്ത് ചെയ്യും നിന്നെ? ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ. അപ്പോൾ നിൻ്റെ സ്കൂളിലുള്ള രാത്രികൾ സീംസ് ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഇപ്പം വീട്ടിലുള്ള എന്താണ് പകലുകളെക്കാളും വളരെ വാമും കോസിയും എന്നത് സുഖകരവും ഊഷ്മളകരവുമായി നിൻ്റെ സ്കൂളിലുള്ള രാത്രികൾ മാറ്റും എന്നാണ് അമ്മ ചെസ്റ്ററിന് പറഞ്ഞു കൊടുക്കുന്നത്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള സീക്രട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ, ചെസ്റ്റർ എന്ത് ചെയ്തു? കണ്ണൊക്കെ തുടച്ചിട്ട് വളരെ ഇൻട്രസ്റ്റോടു കൂടി അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സീക്രട്ട്, വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ? എങ്ങനെയുള്ള സീക്രട്ട് എന്ന് ചോദിച്ചു. എ വെരി ഓൾഡ് സീക്രട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു. സെറ്റ് മിസ് റക്കൂൺ. എന്താ, വളരെ പഴകിയ, അതായത് പണ്ടേ പറയുന്ന ഒരു സീക്രട്ടാണ്. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. എൻ്റെ അമ്മയാണ് എനിക്കത് പറഞ്ഞു തന്നത്, ഞാൻ അമ്മയിൽ നിന്നാണത് പഠിച്ചത്. ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹർ മദർ. അപ്പോൾ അമ്മ പഠിച്ചതോ അമ്മയുടെ അമ്മയിൽ നിന്നാണ്, അമ്മാമ്മയിൽ നിന്നാണ് അമ്മയുടെ അമ്മ പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിൻ്റെ പേരാണ് എന്താണ്? കിസ്സിങ് ഹാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ദ കിസ്സിങ് ഹാൻഡ്. ആസ്റ്റ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ എന്ന് ചെസ്റ്റർ ചോദിച്ചു. വാട്ട്സ് ദാറ്റ്? എന്താ അത്? ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാം.
എന്ന് മിസ് റക്കൂൺ പറഞ്ഞു. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. അപ്പം മിസ് റക്കൂൺ എന്ത് ചെയ്തു? ഈ അമ്മ എന്താ ചെയ്തേ? ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചു, എന്നിട്ട് ആ ചെറിയ വിരലുകളെല്ലാം ഒരു ഫാൻ പോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചു. അപ്പോൾ റക്കൂൺ എന്താണ്? റക്കൂൺ എന്ന് പറഞ്ഞാൽ കീരിയല്ലേ, ഇപ്പോൾ അനിമൽസിൻ്റെ അത് ഒരു ഒരു ഫാൻ പോലെ തന്നെ അല്ലേ അതിൻ്റെ കാലുകളൊക്കെ ഇരിക്കുന്നത്. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? കിസ് ചെയ്തു, ചെസ്റ്ററിനെ ഉമ്മ കൊടുത്തു. എവിടെയാ? റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം, കൈയുടെ നടുക്ക്, ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽ ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം. അപ്പോൾ ചെസ്റ്ററിന് എന്ത് തോന്നി? ചെസ്റ്ററിന് അമ്മ ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്തപ്പോഴേ ആ ഉമ്മ എന്ത് ചെയ്തു? ഹാൻഡിൽ നിന്ന് പോയി കയ്യിലെത്തിയതുപോലെ തോന്നി. ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്, അവിടുന്ന് ആ ഉമ്മ ഹൃദയത്തിലെത്തിയതായിട്ട് ചെസ്റ്ററിന് ഫീലായി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പോൾ എന്താണ്? അവൻ്റെ സിൽക്കി ആയിട്ടുള്ള ബ്ലാക്ക് മാസ്ക് പോലും, ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കീരിയുടെ കണ്ണിൻ്റെയൊക്കെ ചുറ്റും ബ്ലാക്ക് കളറല്ലേ, അപ്പോൾ അതിനെ അങ്ങനെ ഉപമിച്ചിരിക്കുന്നതാണ് ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബ്ലാക്ക് മാസ്ക് പോലും എന്താണ്? ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാം. ടിങ്കിൾഡ് എന്ന് വെച്ചാൽ ഇക്കിളി ആവുക. എന്താണ്? ആ ഒരു ഉമ്മയിൽ ഇക്കിളി ഉണ്ടായി. ആർക്കാണ്? നമ്മുടെ ചെസ്റ്ററിന്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വാംത്ത് അതിന് അനുഭവപ്പെട്ടു. വാംത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം സുഖം. മിസ് റക്കൂൺ സ്മൈൽഡ് നൗ. She told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think. എന്നിട്ട് അമ്മ വീണ്ടും പറയാണ്, മിസ് റക്കൂൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നീ ഒറ്റപ്പെടുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് അല്പം സ്നേഹം വേണം എന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്. അപ്പം ഞാൻ ഈ ഉമ്മ തന്ന കൈ ഉണ്ടല്ലോ, ചീക്കിലേക്ക് വെക്കണം, കവിളിലേക്ക് വെക്കണം, എന്നിട്ട് ചിന്തിക്കണം. ആൻഡ് തിങ്ക്, മോമി ലവ്സ് യു, മോമി ലവ്സ് യു, അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നീ ചിന്തിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ്, അപ്പോൾ ഞാൻ തന്ന ആ ഉമ്മയുണ്ടല്ലോ, വിൽ ജംപ് ടു യുവർ ഫേസ്, കയ്യിൽ നിന്ന് ചാടി മുഖത്ത് വരും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്, എന്നിട്ട് നിൻ്റെ മനസ്സ് മുഴുക്കെ എന്താവും? ടോസ്റ്റി വാം എന്ന് വെച്ചാൽ വളരെ ഊഷ്മളമായ ചിന്തകൾ കൊണ്ട് നിറയും. അമ്മയെക്കുറിച്ചുള്ള ആ ഒരു മനോഹരമായ ചിന്തകൾ കൊണ്ട് നിറയും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി wrapped ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അമ്മ എന്താ ചെയ്തേ? ചെസ്റ്ററിൻ്റെ ഹാൻഡ് വളരെ സൂക്ഷിച്ച് എടുത്ത് അത് ഫിംഗേഴ്സ് കൊണ്ട് റാപ്പ് ചെയ്തു. അറൗണ്ട് ദ കിസ്, ആ ഒരു ഉമ്മയ്ക്ക് ചുറ്റും അവൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് അതിനെ പൊതിഞ്ഞു വെച്ചു. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും, പാർട്ട് 2. അതിനായിട്ട് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.